സാർ, രഞ്ജിത്ത് സജീവ്, പ്രിയപ്പെട്ട ജോണിച്ചേട്ടൻ, സാരീശ. അപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങാം. മൈക്ക് കൊടുക്കാം. നിബിൻ അല്ല, സംവിധായകൻ്റെ അടുത്താണ് ഈ നമ്മൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞ ഒരു സാധനം, ഈ ഒരു സബ്ജക്റ്റ് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കും കൂടെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണം എന്തായി? സബ്ജക്റ്റിലേക്ക് വരാനുള്ള ഒന്നാമത്തെ കാരണം, ഞാൻ എൻ്റെ രാജ്യത്തെ അല്ലെങ്കിൽ എൻ്റെ നാടിനെയൊക്കെ ഭയങ്കര സ്നേഹിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായ ചില ഈ 2-3 വർഷം മുന്നേ ഉണ്ടായ ചില കാര്യങ്ങളിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്താലോ. കാര്യം അത് മാത്രമല്ല, നമ്മൾ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് തലങ്ങളിൽ ഒരുപാട് ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അതൊരു പോയിന്റിലേക്ക് പോയി എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിനൊരു സ്പേസ്, എപ്പോഴും സിനിമ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് നോക്കുന്നത്. അങ്ങനെ അലക്സ് സാറായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്ന് സാറൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് നമുക്കിത് ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബിസിനസ്, ഓഫ്കോഴ്സ് അത് തന്നെയാണ് സിനിമയുടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ലൊരു സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്നത് കറക്റ്റ് സമയത്താണ് ഞാൻ പോയി പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ചേട്ടൻ ചോദിച്ച പോലെ ഇത് ഇപ്പോഴല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം നടക്കാൻ പാടില്ല. ആഫ്റ്റർ 5 year 10 year അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിൽ ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് കുറെ നാൾ മുന്നേ. സ്റ്റിൽ ഇത് ഭയങ്കര വലിയ പ്രോബ്ലമാണ്. അതെന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് സിനിമ അറിയാം. വീട്ടിൽ നിന്നുള്ള അനുഭവം ഉണ്ട് ഇതിനകത്തല്ലേ? ഉറപ്പായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ചില ആൾക്കാർ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതെന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ള, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നമ്മളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിയാണ്, ഇത്ര ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ആ മോഡിയൊന്നും അല്ല, ഇതൊന്നും അല്ലാത്ത അപ്പുറത്തൊരു ലോകമുണ്ട്, ഇതിൽ കുറേ ആൾക്കാർക്ക് കുറേ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ നാട്ടിൽ അറിയാത്ത കുറേ കാര്യങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമ വിജയത്തിൽ പോയപ്പോഴേ പ്രിൻസ് അടുത്ത സൂപ്പർ ഹിറ്റിലേക്കുള്ള കാൽവെപ്പാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മളല്ലേ ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ. കാരണം ഇതിൻ്റെ തീം, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു വീട്ടൊരാൾക്കെങ്കിലും റിലേറ്റഡ് ആകുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ സംസാരിക്കുന്ന, പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിന് പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സാധ്യതയുണ്ട്. അച്ഛനും മോനുമായിട്ടാണല്ലോ ഈ സിനിമയില് ഇപ്പൊ മിക്ക ആളുകളുടെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും മോനുള്ള കോമ്പോ എങ്ങനെയുണ്ട്? സിനിമ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ല കോമ്പയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര അടുത്തിരിക്കുന്നത്. കാരണം അന്ന് തുടങ്ങിയ ആ അടുപ്പം ഇന്നും ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്നെയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളും രഞ്ജിത്തിന് മുമ്പ് ചെയ്ത സിനിമകളിലെല്ലാം അഭിനയിക്കാറുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. കുറച്ചൊന്നും ഒരു നാട്ടിൻ പുറത്ത് പരിപാടികൾ, പിന്നെ ഇമോഷൻ, ആക്ഷൻ, ഡാൻസ് ഉണ്ട്, ചെറിയ ചെറിയ ലൈറ്റർ ഹ്യൂമർ ഉണ്ട്. ഇപ്പം എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട്, ഇപ്പം ഞാനുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതലും ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാനും രഞ്ജിത്തും തമ്മില്ല. രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എന്നെ പോലെ ഭയങ്കരമായിട്ട് രസമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഒരിക്കലും പോലെ ഒരു രഞ്ജിത്ത് പോകാത്ത ഒരു റീടേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ട് വളരെ നന്നായിട്ട് വെൽ സ്റ്റഡീഡ് ആയിരുന്നു രഞ്ജിത്ത്. പിന്നെ ആരും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു ദൈവനെ കൊണ്ട് ഇതുവരെ. നിങ്ങളുടെ എല്ലാം പൂർണ്ണമായി സപ്പോർട്ട് വേണം. കാരണം ഇതൊരു, ഞാൻ പറഞ്ഞില്ല, ഇതൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ല, നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. ഇപ്പം ഹൈദരാലിയുടെ പേരൻസോ ഹൈദരാലിയുടെ ആൾക്കാർ ആഗ്രഹിച്ച സ്ഥലത്തായിരിക്കില്ല ഹൈദരാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത്, അല്ലേ? പക്ഷെ ഹൈദരാലി ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മൾ ഹാപ്പിയാണോ, വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ, നമ്മൾ ഹാപ്പിയാണോ? പിന്നെ വേണം നമ്മളൊരു കാര്യം ചെയ്യാം. വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം.
ഇല്ല വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഞാൻ പറയും സ്നേഹം കൊണ്ടുള്ള പരസ്പരമുള്ള ഒരു മത്സരമാണ് ഈ സിനിമ. നോർമലി ഇപ്പൊ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോളേജ് സിനിമ എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രേക്ഷകം ഈ ഒരു ലവ് സ്റ്റോറി ആയിരിക്കും അങ്ങനെയാണല്ലേ? ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളിവിടെ ഇപ്പോൾ യൂത്തിന്റെ സിനിമ എന്ന് പറഞ്ഞ് നമുക്കറിയാലോ, യൂത്തിന്റെ സിനിമ എപ്പോഴും ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ കുറച്ച് ഇടി വയലൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സിനിമകൾ വിജയിക്കുന്നത്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇപ്പൊ ഈ റീസെന്റ് ഒരുപാട് 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ ഒരു വയലൻസിന് മാത്രമാണ്, അതല്ലാത്ത കുറെ ആൾക്കാരുണ്ട്, കുറെ നല്ല പിള്ളേരുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മുടെ യൂത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പെരുമ്പളന്നാണ് എൻ്റെ നാട്ടിൽ വരും. അവിടെ ഈ ക്ലബ്ബുകൾ പിള്ളേരെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നൈറ്റ് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പോലീസിലേക്കും അല്ലെങ്കിൽ LD ക്ലർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമയിൽ ഇപ്പം ലവ് സ്റ്റോറി ആണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതിൽ നമുക്ക് യൂത്തിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് പക്ഷേ സോഷ്യൽ തലവരുടെ ഒരു പരിപാടിയുടെ ഇടയിൽ കൂടി പറഞ്ഞു സബ്ജക്റ്റാണ്. ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ദിവസവും പക്ഷേ എന്താ പറയുക ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ശരിക്കും ഒരു എന്താ പറയാ ഒരു ഏറ്റുമുട്ടൽ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റുമുട്ടലിനേക്കാൾ അപ്പുറത്ത് നമുക്ക് നമ്മുടെ സിനിമ നല്ല വിശ്വാസമുണ്ട്. ഒന്ന് രണ്ടാമത്തെ കാര്യം മാറ്റി വെച്ചിരുന്നെങ്കിൽ സേഫ് ഇല്ല, അങ്ങനെ ഒരു തോന്നലില്ല. അങ്ങനെ അത് വെല്ലുവിളിയൊന്നും അല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ. കാരണം വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് വെച്ചാൽ നമ്മളുടെ കൂടെ വരുന്ന ഒരു സിനിമയും നമ്മുടെ ജോണറിൽ പെട്ടല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ട് തീരുമ്പോൾ നിങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. നിങ്ങളായാലും ഒന്ന് ചിന്തിക്കും, ഓ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടല്ലേ, ഓ ശരിയാണല്ലേ, അത് തന്നെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. എനിക്കിപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞതിന് കണക്ക് ഈ സിനിമയിൽ എല്ലാം ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽബ് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് ഞാൻ എന്നത് താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്ത കൽബാണ്. അതിന് വേറെ സിനിമകളുണ്ട്. ഇതിൽ ഇപ്പോൾ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറയുന്നത് ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോണിച്ചേട്ടന് തന്നെ എൻ്റെ ഒരു വലിയൊരു വേദന ഉണ്ടായിട്ടെന്ന്. അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നുന്നത്? വീട്ടിൽ തൊട്ടടുത്ത അമ്മയാണ് ഇരിക്കുന്നത്, എന്താണ് തോന്നിയത്? തൊട്ടടുത്തിരിപ്പുണ്ട്. അതെ അതെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലോട്ട് കുറച്ച് കടത്ത് നീക്കാതെ. അപ്പം അതിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലെന്ന് പറയുമ്പോൾ കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഇമോഷൻ സീക്വൻസിൽ ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അത് ക്യാമറ ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുക, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ കൽബും ഒരെണ്ണം യുക്കിയൊക്കെ ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഓഡിയൻസ് അങ്ങനെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെയാണ് യുക്കിയൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞതല്ല, എനിക്കൊരു സന്തോഷം ചിലപ്പോൾ എൻ്റെ പേരൻസിനായി എന്ന് പറഞ്ഞതല്ല, സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാവുന്നത്, അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാവുക? എനിക്കൊന്ന് രണ്ടും അവർക്കൊരു പ്രൗഡ് മൊമെന്റ് തന്നെ. കാരണം ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ്, ഞാൻ കഷ്ടിച്ചത് പാസ്സായത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേരും. ഇതുപോലെ ഈ കലാമേഖലത്തിലൂടെ എനിക്കുള്ള ഒരു പാഷൻ, അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് നിലവിൽ എത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവ് കാരണമേ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ഗ്രാൻഡ് എടുക്കത്തില്ല. ഏത് പടം ചെയ്ത് ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്വീകരണമാണ് കിട്ടിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. ജീവിതത്തിലും കൊടുക്കൽ വാങ്ങലുണ്ട്. അതെ, ഉറപ്പായിട്ടും. അതെ, ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇത് ഇന്ന് കാണാൻ പറ്റുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. വീട്ടിലെ അച്ഛനും ഈ അച്ഛനായിട്ടുള്ള വ്യത്യാസം എന്താ? അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. കാരണം അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളിയുടെ ഉള്ളിലൊരു ഫയറുണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല. പക്ഷെ ആ സമൂഹം പുള്ളിനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുന്നത്. കാരണം ഇപ്പൊ പുള്ളിക്ക് എന്തായാലും നേടിയാലേ പറ്റത്തുള്ളൂ. അതാ ആ ക്യാരക്ടർ ആർക്ക്.
എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവര് ശരിക്കും പറഞ്ഞപ്പോൾ നീ ഒരു ഡിഗ്രി എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറ്റുന്ന നീ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ അത് എൻ്റെ ഇതിൽ ഇത് ഓഡിയൻസ് തീരുമാനിക്കുന്ന നീ നിലനിൽക്കണോ വേണ്ടോ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നത് അത്ര സപ്പോർട്ട് ചെയ്യാം, നീ പോയി ചെയ്ത് നോക്കുന്ന പറഞ്ഞൊരു ഒരു സപ്പോർട്ടാണ്. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്. കുറച്ചും പറഞ്ഞ പോലെ ഒരു വീട്ടിലെങ്കിലും ഇത് ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഓരോ സിനിമകളും അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്ന പല കഥകളും കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UK ഒക്കെ പോലത്തെ ചിത്രങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിത്രങ്ങൾ ഇനി മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? ഇല്ല, ഒരു കാലത്തും മിസ് ചെയ്യില്ല. കാരണം UK ഇപ്പോൾ വരുന്നു, അടുത്ത വേറൊരു സിനിമ വരും. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ തികച്ചും സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും, ഇപ്പോൾ കുട്ടിയുടെ മോൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോയില്ല. കാരണം ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരം എന്ന് പറഞ്ഞില്ല, പക്ഷേ ജീവിതത്തിൻ്റെ തന്നെ ഒരു വേറിട്ട ഒരു ആവിഷ്കാരം തന്നെയാണ് സിനിമ. സിനിമ എന്നും സന്ദേശം കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം മാത്രം. ആ നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കല്ലേ. UK ഒക്കെ അങ്ങനെയാണ്, നമ്മൾ മെസ്സേജ് ഇവിടെ അങ്ങനെയല്ല, ആളുകളെ രസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ത്രില്ലിംഗ് രസമുള്ള ഗംഭീര സിനിമ തന്നെയായിരിക്കും. ഒരു മോട്ടിവേഷൻ നമുക്ക് തോന്നും, എന്തിലൊക്കെ കൊള്ളാലോ എന്ന് തോന്നുന്ന സംഭവമുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ സ്റ്റോറിയാണ്. യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവും. അതായത് ശരിക്കും ഞങ്ങൾ റീലിലാണ് കണ്ടത്. ദിലീപേട്ടനായിട്ട് ആദ്യ സിനിമയുടെ എക്സ്പീരിയൻസുമായിട്ട് ദിലീപേട്ടനെ അനുഗ്രഹം വിളിക്കുമ്പോൾ റീൽ കണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ ഫാനാണോ? അതെ അതെ, തീർച്ചയായിട്ടും ആണ്. കുഞ്ഞിലെ ഞാൻ ഡൈ ഹാർട്ട് മീശമാധവൻ ഫാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ, കാരണം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാന്ന് തോന്നി. അപ്പൊ ഡാൻസിലായാലും ശരി, ഒരു ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ആളാന്ന് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു UK ഒക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് UK ഒക്കെ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ആയിക്കോട്ടെ, ഷൂട്ട് കഴിഞ്ഞുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ ആ എനർജറ്റിക് ആയിട്ട് നിന്നതും ഒക്കെ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കൂടെയാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം കയറി ഡാൻസ് കളിക്കും. പിന്നെ അതെ, അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. അത് പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്ന വരെ ഉണ്ടാവും. ഞാൻ ചോദിക്കാം, അപ്പോൾ ഒരു ദിലീപിന്റെ ഫാനാണെന്ന് പറയും. അപ്പോൾ പലപ്പോഴും എനിക്ക് ദിലീപിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഒരു ഫാൻ കാണുന്ന ലെവലിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അത് സിനിമ വർക്ക് ആവാത്തോണ്ട് ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കലക്കിക്കൊണ്ടിരിക്കും എന്ന് അറിയാം. പുള്ളിക്കാരന്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. കണ്ടു. അതെ, പോയില്ലല്ലോ എങ്ങും. അതോടെ പറഞ്ഞേ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയാം. അഭിനന്ദിക്കാൻ എത്തിയിരുന്നു നമ്മുടെ സെറ്റില്. അതെ, ഞാൻ ചെന്നിരുന്നു. പ്രിൻസ് കണ്ടതിന് പിറ്റേ ദിവസം തന്നെ പോയി ദിലീപേട്ടനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു. നേരിൽ തന്നെ പറയണമെന്ന് തോന്നി. ഈ സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ നായകന്റെ കൂടെയുള്ള എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നായകൻ അടിപൊളിയാണ്. നായകനുമായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു, അങ്ങനെ ഒന്നും വിളിക്കണ്ട, എന്നെ രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്, ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ചെയ്ത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഉറപ്പായിരുന്നു. ഇപ്പൊ ഇറങ്ങിയ സിനിമകളിൽ രഞ്ജിത്തിന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്? സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽവാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ UK ഒക്കെ വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്. അതെ, ഇപ്പം സിനിമയുടെ രസമാല എന്നൊരു സോങ് റിലീസായിരുന്നു. അപ്പൊ അതില്
ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണത്. അപ്പോൾ അത് മാക്സിമം ആക്ച്വലി സിനിമയിൽ എൻ്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഓഡിഷനൊക്കെ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് അവർ ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലും എനിക്കൊരു ഭാഗമാവാൻ പറ്റി. സന്തോഷം. മേഡം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മോൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നല്ല, മോനെ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. മോന്റെ ആഗ്രഹം ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഈ പോകുന്നത്, ആ ജീവിതം പോലെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ, മോനെ മറ്റൊരു കലാകാരൻ എന്ന നിലയിൽ മോനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. സിനിമയുടെ ഒരു അഭിനയം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സിനിമ റിലീസിൽ കൂടുതൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കാറുള്ളത്? ഞങ്ങൾ കുടുംബമായിട്ട് കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ 2009 നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത്. പ്രണയമാണ് നമ്മുടെ ഫസ്റ്റ് ഫിലിം. അന്ന് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു. പക്ഷേ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം. മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും. സോ ആർട്ടിസ്റ്റ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റാണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് അവൻ പഠിത്തത്തിൽ ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ അക്കാഡമിക്കലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ്. ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ്. പഠിത്തം, ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഒരു ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ്. അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങൾ പേരൻസിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചോ. പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലബ് പ്രസിഡൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പം പെർഫോമിങ് പാരലലി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. ആ കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർക്ക്ഷോപ്സ്, മൂവീസ്, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിനെ മനസ്സിലാക്കി, രഞ്ജിത്തിൻ്റെ കഴിവും അവൻ്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും മനസ്സിലാക്കി ഞാൻ ഹാവ് 2 kids. രഞ്ജിത്താണ് മൂത്തത്, എൻ്റെ മോളാണ്. പുള്ളിക്കാരി നല്ല പാടും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആർട്ടിസ്റ്റിക് ടാലൻസിനെ ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ആസ് പേരൻസ് ചെയ്തിട്ടുണ്ട്. കൽപ്പ് വേണ്ടത്ര തിയേറ്റർ നമുക്ക് വിജയം കണ്ടു. പക്ഷേ OTT വന്നപ്പം ഏറ്റവും നമ്പർ സിനിമയായിട്ട് തന്നെ മാറി. ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രഞ്ജിത്തിന്റെ അഭിനയം, ഞാൻ ഇപ്പോഴും അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൽപ്പ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ അവസാന സിനിമ എൻ്റെ കണ്ണ് നിറയുന്ന സീനുകളായിരുന്നു. അത് തന്നെ ഞാൻ വീണ്ടും ചെയ്യുന്നു. അന്ന് തിയേറ്ററിൽ പരാജയപ്പെടുന്നു, പിന്നീട് OTT നല്ല വിജയം വരും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയിലും അല്ലാതെ ഒരു നല്ല സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം, ഇത് രണ്ടും ഒരു വലിയ വിഷമം തന്നെയാണ്. അപ്പം തിയേറ്ററിൽ അത്ര ഒരു സക്സസ്ഫുൾ റൺ ഇല്ലായിരുന്നു. അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ടേക്ക് ഓഫ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങിത്തിരിഞ്ഞ് സിനിമ തിരിച്ചെടുത്ത് OTTയിൽ നമ്മൾ പിച്ച് ചെയ്ത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു നല്ല സിനിമ യങ്സ്റ്റേഴ്സും ചിൽഡ്രൻ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ഏറ്റെടുത്ത് ഒത്തിരി സന്തോഷം. ഇതുപോലെ എത്രയോ സിനിമകൾ തിയേറ്റേഴ്സിൽ ചിലപ്പോൾ റൺ കിട്ടാതെ ആൾക്കാരിൽ എത്തിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകളെ എല്ലാവരും, മീഡിയ ആണെങ്കിലും നിങ്ങളെല്ലാവരും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഒത്തിരി ഹാർഡ് വർക്ക്, ഏത് സിനിമയുടെ പിന്നിലും ഒത്തിരി ടെക്നീഷ്യൻസ്, കാസ്റ്റ് ആൻഡ് ക്രൂ, പ്രൊഡക്ഷൻ, ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്കും സമയവും എഫേർട്ടും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. UK ഒരു ശരിക്കും നമ്മുടെ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത് യങ്സ്റ്റേഴ്സ്, പേരൻസ്, നമ്മുടെ സമൂഹം, നമ്മുടെ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും
എല്ലാവരും പറഞ്ഞ പോലെ യു കെയിലെ ഓരോ വ്യക്തികളും നമ്മുടെ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും കാണും. യങ്സ്റ്റേഴ്സിൻ്റെ ഓരോ ഇമോഷൻസ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് കാരണം നമ്മൾ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ ഇമോഷൻസ്, ഡ്രീംസ്, അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ്. പിന്നെ നമ്മളുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുവാണ് ഈ സിനിമ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം, നിങ്ങളുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം, വിജയിപ്പിക്കണം.